നമസ്കാരം. PSC പരീക്ഷകളുടെ ആവേശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു സെഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇൻഡിഫറൻ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായ രീതിക്ക് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാരണ കണക്കുകൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു രീതിക്കും അപ്പുറത്തോട്ട് ഒരു ചെറിയ ഡീവിയേഷൻ എന്ന രീതിക്കുള്ളൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെയും കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെയും പ്രൈവറ്റ് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുടെ ടോപ്പിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ നമ്മൾ അതിനുശേഷം ഒരുപാട് കണ്ടു കാണാത്ത ഒന്നാണ് ഈ സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, എസ്പെഷ്യലി ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് സിലബസ് പ്രകാരം വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മേഖല തന്നെയാണ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ that much of importance must be given to this topic because നമുക്കൊരു ടോപ്പിക്ക് വൈസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം. നമ്മൾ സാധാരണ പഠിച്ചതിൽ നിന്നും ഒരല്പം ഡീവിയേറ്റ് ചെയ്ത് ആണ് ഈ ടോപ്പിക്ക് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എത്രത്തോളം ശരിയാണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേ അറിയാവൂ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം കണക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നത്, അക്കൗണ്ടൻസിക്കകത്ത് കണക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതൊരു കൈമാറ്റം എടുത്തിരുന്നാലും അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെബിറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിക്ക് ചെയ്തു വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കൈമാറ്റം നടക്കുന്ന സമയത്ത് അത് കൃത്യമായും ജേണലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ട് നമ്മൾ മാറ്റി എഴുതുന്നു. ലെഡ്ജറിൽ നിന്നും ട്രയൽ ബാലൻസിലോട്ട് നമ്മൾ എഴുതുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന നമ്മൾ പഠിച്ചു വന്നിരുന്ന ഒരു രീതി, ആ വ്യവസ്ഥിതി, അതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്കുകൾ തയ്യാറാക്കി ട്രയൽ ബാലൻസ് വരെ എത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് ചില തെറ്റുകൾ നമുക്കുണ്ടാകാനുള്ള പോസിബിലിറ്റികളുണ്ട്. എററുകൾ, അത് നമ്മളല്ലാതെ ഒരു ഹെഡിനകത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കണക്കുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? അക്കൗണ്ടിങ് എറേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ തെറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ജോലി എന്ന് പറയുന്നത്. തെറ്റുണ്ടാകുന്ന സമയത്ത് വളരെ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യണം? തിരുത്തേണ്ടി വരും. ഈ തിരുത്തുക എന്ന് പറയുന്നത് എവിടെ, എന്താണ്, ഏതിലാണ് തെറ്റു പറ്റിയത്, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ട്രയൽ ബാലൻസ് മുഴുവനായിട്ടും പരിശോധിക്കണം. ഓരോ അക്കൗണ്ടുകളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലേ? ഓരോ അക്കൗണ്ടുകളായിട്ട് ചെക്ക് ചെയ്ത് എവിടെയാണ് ആ തെറ്റ് വന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെ റെക്ടിഫൈ ചെയ്യുകയും ചെയ്യണം. ഈ 3 പ്രോസസ്സുകളാണ്. ആദ്യം തെറ്റ് സംഭവിക്കുന്നു. തെറ്റ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാസ്റ്റായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. കണക്കിനകത്തെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കീറി മുറിച്ച്, അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടുകളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ജേണലൈസ് ചെയ്താൽ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യും? വളരെ കൃത്യമായും പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് നമ്മളൊരു നമുക്കൊരു റിസൾട്ട് അതിനകത്ത് ലഭിക്കുന്നു. സോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രവർത്തനമാണല്ലോ ഈ തെറ്റുകൾ കണ്ടുപിടിച്ചത് റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത്. ഇതുണ്ടാകാൻ മറ്റൊരു സാഹചര്യവുമുണ്ട്. സ്ഥാപനം വലുതാകുന്നതിനനുസരിച്ച് കൈമാറ്റങ്ങളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൈമാറ്റങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൈമാറ്റങ്ങളെല്ലാം നമ്മളൊരു ഒരു ജേണലിനകത്ത്, അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത്, അല്ലെങ്കിൽ ഒരു ലെഡ്ജറിനകത്ത് നമ്മളിതെല്ലാം ഉൾക്കൊള്ളിച്ച് എല്ലാം നമ്മൾ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് അതിനകത്തുനിന്ന് ട്രയൽ ബാലൻസിലോട്ട് പോസ്റ്റ് ചെയ്ത്, അപ്പോൾ കൈമാറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ തെറ്റുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ കൈമാറ്റങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിനകത്ത് കൈമാറ്റങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, ഞങ്ങൾക്ക് ഇത്രയും കൈമാറ്റങ്ങൾ വെച്ചിട്ട് കണക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കൈമാറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കണം, കച്ചവടത്തിൻ്റെ അളവ് കുറയ്ക്കണം എന്ന് നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായപ്പെടാൻ പറ്റുമോ? കച്ചവടം നടത്തുന്നത് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കുന്ന സമയത്ത് ദർ ആർ ന്യൂമറസ് ട്രാൻസാക്ഷൻസ്, ഒരുപാട് കൈമാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കൈമാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഇതിനകത്ത് തെറ്റുകൾ സംഭവിക്കും. ഈ തെറ്റ് നമ്മൾ ട്രയൽ ബാലൻസിലോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ തെറ്റുകൾ നമുക്ക് ബാലൻസ് ടാലി ആകാതിരിക്കുന്ന സമയത്ത് മനസ്സിലാകുന്ന എന്തോ തെറ്റുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വളരെ ബുദ്ധിമുട്ടി എന്ത് ചെയ്യും, തെറ്റുകൾ കണ്ടുപിടിക്കും. അപ്പോൾ കൈമാറ്റങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാകാം, നമ്മൾ റെക്കോർഡ് ചെയ്തത് കൊണ്ടാകാം തെറ്റുകൾ വരുന്നത്. ബിസിനസ്സിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സൈസ് വലുതാകുന്നത് കൊണ്ടാകാം തെറ്റുകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ തെറ്റ് കുറച്ചുകൊണ്ട് വരിക, നമുക്ക് ഈ പറഞ്ഞ കണക്ക് കൃത്യമായും ഓരോ കാര്യങ്ങളും എഴുതി വളരെ വ്യക്തതയോടുകൂടി എഴുതണം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ വ്യക്തത കൈവരിക്കുന്നതിന് വേണ്ടി ഓരോ ലെഡ്ജറുകളും നമ്മൾ ബിസിനസ് വലുതാകുന്നതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ഒരു ലെഡ്ജറിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ ലെഡ്ജറുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ഈ ഓരോ ലെഡ്ജറും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് യൂഷ്വലി പഠിച്ചിട്ടുള്ളത് എന്താണോ, എല്ലാം വരച്ചു കഴിഞ്ഞ് അവസാനം ഒരു ട്രയൽ ബാലൻസ് ആണ് വരച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അപ്പോൾ ഒരു ട്രയൽ ബാലൻസ് വരയ്ക്കും, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വരയ്ക്കുന്നത്. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ അക്കൗണ്ടിങ് മേഖലയിലുള്ളവർ കണ്ടുപിടിച്ച മറ്റൊരു ലോജിക്കൽ തിങ്കിങ് ആണ്. എന്തു പറഞ്ഞു, അവർ വിചാരിച്ചു ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ വരുമ്പോഴത്തേനും നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ ഒരുപാട് നേരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ബിസിനസ്സിനകത്തുള്ള ഈ ഇടപാടുകളെ ഓരോ സെഗ്മെൻറ്റുകളായിട്ട് തരംതിരിക്കാനായിട്ട് ഓരോ മേഖലകളായിട്ട് തരംതിരിക്കാനായിട്ട് പറഞ്ഞു. ഓരോ ലെഡ്ജറിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഓരോ ലെഡ്ജറിൻ്റെ കീഴിലും കൊണ്ടുവന്നതിന് ശേഷം ആദ്യം പറഞ്ഞ പരിപാടി ഇതാണ്, ഓരോ സെഗ്മെൻറ്റുകളായിട്ട് ഓരോ മേഖലകളായിട്ട് ഈ കൈമാറ്റങ്ങളുടെ ഒരു പൊതു സ്വഭാവം വെച്ചുകൊണ്ട് ഓരോ മേഖലകളായിട്ട് എന്ത് ചെയ്യുക, തരംതിരിക്കുക. അപ്പോഴും തെറ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇത് തരംതിരിച്ചതിന് ശേഷം അടുത്ത പരിപാടി പറഞ്ഞത് ഓരോ ലെഡ്ജറിനും നിങ്ങൾ ഓരോ ട്രയൽ ബാലൻസ് വരയ്ക്കും. അപ്പോൾ അവിടെ ഓരോ ലെഡ്ജർ തീരുന്ന സമയത്തും നിങ്ങളൊരു ട്രയൽ ബാലൻസ് വരയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം എന്താ, അങ്ങനെ ഓരോ മേഖലയിലും ഓരോ ട്രയൽ ബാലൻസ് വരയ്ക്കുന്ന സമയത്ത് ഒരു ലെഡ്ജർ തയ്യാറാക്കി, ട്രയൽ ബാലൻസ് തയ്യാറാക്കി, ടാലി ആകുന്നില്ല, നമുക്കവിടെ ഉറപ്പ് പറയാൻ പറ്റും ആ ലെഡ്ജറിനകത്താണ് പ്രശ്നമെന്ന്. നേരത്തെ സാഹചര്യത്തിൽ പറ്റില്ലായിരുന്നു. അത് നേരത്തെ സാഹചര്യത്തിൽ ഒരു ട്രയൽ ബാലൻസ് മാത്രം വരച്ചിട്ട് എല്ലാ ബുക്കുകളും അക്കൗണ്ട്സുകളും അല്ലെങ്കിൽ അക്കൗണ്ടുകളും നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവിടെ എന്താ പറഞ്ഞത്, ഒരു ട്രയൽ ബാലൻസ് എപ്പോൾ വരയ്ക്കുന്നു, ഓരോ ലെഡ്ജറും തീരുന്ന സമയത്ത് യു ക്യാൻ ഡ്രാഫ്റ്റ് എ ട്രയൽ ബാലൻസ് ആൻഡ് ഇഫ് ദർ ഇസ് എ മിസ് മാച്ച് ഇൻ ബിറ്റ്വീൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം വി ക്യാൻ കം ഇൻ ടു എ കൺക്ലൂഷൻ ദാറ്റ് ലെഡ്ജർ ഹാസ് സം എറർ. നമ്മൾ തയ്യാറാക്കിയ ആ ലെഡ്ജറിനകത്ത് എന്തുണ്ട്, ഒരു തെറ്റുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ട്രയൽ ബാലൻസ് ടാലി ആകാത്തത്. സോ ആ തെറ്റ് നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, തിരുത്താനായിട്ട് പറ്റും. അപ്പം അങ്ങനെ അക്കൗണ്ടിങ്ങിനകത്തെ ട്രാൻസാക്ഷൻസുകളെ അല്ലെങ്കിൽ കൈമാറ്റങ്ങൾ പൊതു സ്വഭാവമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഓരോ സെഗ്മെൻറ്റുകളാക്കി ഓരോ ലെഡ്ജറിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ആ ലെഡ്ജറിൻ്റെ കീഴിൽ ലെഡ്ജർ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് എന്ത് തയ്യാറാക്കുന്നു, ഒരു ട്രയൽ ബാലൻസ് കൂടെ തയ്യാറാക്കുമ്പം അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റും. ചെക്കിങ് നമുക്ക് കുറയ്ക്കാം. എന്തിൻ്റെ, അക്കൗണ്ടുകളുടെ ചെക്കിങ് വാരി വലിച്ച് നമുക്ക് പരിശോധിക്കേണ്ട, തെറ്റുകൾ നമുക്ക് കുറയ്ക്കാം. ഒരു തെറ്റ് വന്നാൽ നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഓരോ സെഗ്മെൻറ്റുകളായിട്ട് തരംതിരിച്ച് ഓരോ ലെഡ്ജറും തയ്യാറാക്കിയതിന് ശേഷം ഓരോ ട്രയൽ ബാലൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കി അവിടെ നമ്മൾ തെറ്റ് പരിഹരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണെന്ത്, സെൽഫ് ബാലൻസിങ്. ഓരോന്നിനെയും സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്ക് വൺ സൈഡ് എൻട്രികൾ മാത്രമേ ഇടാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ കുറച്ചുകൂടി ഞാനത് വ്യക്തമാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു ലെഡ്ജറുമായി ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ ഇങ്ങനെ തയ്യാറാക്കുകയാണെന്നിരിക്കട്ടെ. ഒരു ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ എൻട്രികൾ ഇടുന്ന സമയത്ത് വൺ സൈഡ് എൻട്രികൾ മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ. കറസ്പോണ്ടൻ്റ് എൻട്രി ഇടാനായിട്ടൊരു മേഖല അവിടെ ഉണ്ടാകില്ല.
അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രികൾ ഇടുന്നതിന് വേണ്ടി നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും കൂടെ നമ്മളവിടെ തയ്യാറാക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കൂടി നമ്മൾ തയ്യാറാക്കി. ഇപ്പോൾ ഡെബിറ്റ് ആണ് എൻട്രികൾ വരുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇടുന്നതിന് വേണ്ടി നമ്മൾ എന്തിടും? ഒരു ക്രെഡിറ്റ് എൻട്രിക്ക് വേണ്ടിയുള്ള എന്ത് തയ്യാറാക്കും? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുകയും അങ്ങനെ ഡെബിറ്റിനും ക്രെഡിറ്റിനും തുല്യ പ്രാധാന്യം കൊടുക്കുകയും അതിലൂടെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തെ അനുസരിച്ച് തന്നെ കണക്കുകൾ ചെയ്യാം. അതിലൂടെ തന്നെ നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കാം. അപ്പോൾ വൺ സൈഡ് എൻട്രികൾ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമല്ല ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റ് വരുന്നത്, രണ്ട് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു നോർമൽ പോസ്റ്റിംഗ് ലെഡ്ജറിനകത്ത് നമ്മൾ ട്രാൻസാക്ഷൻ ആനുപാതികമായിട്ടൊരു പോസ്റ്റിംഗ് ഉണ്ടാകും. അതിനുശേഷം അതിനൊരു ഓപ്പോസിറ്റ് എൻട്രി വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് അക്കൗണ്ട്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും കൂടെ തയ്യാറാക്കും. അപ്പോൾ ഡെബിറ്റും ആകും ക്രെഡിറ്റും ആകും. ഇതിന് ശേഷം നമ്മൾ എന്ത് തയ്യാറാക്കും? ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കും. അങ്ങനെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ ടാലിയാകും, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാം. നോർമലി എല്ലാ സ്ഥാപനങ്ങളും ഒന്നും ഇത് കീപ്പ് ചെയ്യാറില്ല, ഇത്തരത്തിൽ കണക്കുകൾ എഴുതാറില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം തെറ്റുകൾ നമുക്ക് ആദ്യം തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ തിരുത്തി പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്ന സമയത്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കണക്കുകൾ എഴുതി ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പൊതുവേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈമാറ്റങ്ങളുടെ എണ്ണം കൂടുതൽ, ഒരുപാട് വിൽപ്പനയും കടത്തിനൊരുപാട് വാങ്ങലും ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾക്കകത്താണ് ഏറ്റവും കൂടുതലും ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. കടത്തിന് വിൽക്കുക, കടത്തിന് വാങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ഐറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കടത്തിന് വാങ്ങുന്നു, കടത്തിന് വിൽക്കുന്നു അല്ലേ? കടത്തിന് വിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് സെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന. കടത്തിന് വിൽക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡെറ്റേഴ്സ് അക്കൗണ്ട്. കടത്തിന് നമ്മൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് പർച്ചേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്രെഡിറ്റ് പർച്ചേസ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ടേമാണ് ഏത് അക്കൗണ്ട്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോട്ടൽ ഡെറ്റേഴ്സ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്നീ പേരുകളിലൊക്കെയും നമ്മളത് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുടക്കം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് കണക്കുകൾ തയ്യാറാക്കുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഒരു ഡെബിറ്റിന് ആനുപാതികമായൊരു ക്രെഡിറ്റൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കണക്കുകൾ തീർക്കുന്നു, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തെറ്റുകൾ വിശദമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ കണക്കുകളൊക്കെയും പരിശോധിക്കേണ്ടി വരും. അതിനൊരു പരിഹാരം എന്ന രീതിക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്തെ ട്രാൻസാക്ഷൻസിനെ പ്രധാനമായും പല പ്രധാന സെഗ്മെൻറ്റുകളായിട്ട് തരംതിരിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളാണ് ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഇത്, രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഇത്, രണ്ടാമത്തെ മേഖല. ഇങ്ങനെ രണ്ടു മേഖലകൾ. ഇനി ഒരു മേഖലയും കൂടെ ഉണ്ട്. ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും മാത്രമല്ല കൈമാറ്റങ്ങൾ, ബാക്കിയുള്ള കൈമാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെയിൽ ലെഡ്ജർ എന്ന് നമുക്ക് വിളിക്കാം. തൽക്കാലം പഠിക്കുന്നതിന് വേണ്ടിയും നമുക്കൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയും ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട ഡെറ്റർ ലെഡ്ജർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ലെഡ്ജർ എന്നൊരു പേരിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത് ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ. ലെഡ്ജർ എന്താ? കളക്ഷൻ ഓഫ് ബുക്സിനെയാണല്ലേ നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട കാര്യം ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒത്തിരി തരത്തിലുള്ള കടത്തിന് വിൽപ്പനയും കടത്തിന് വാങ്ങലും ഒക്കെ വരുമ്പോൾ കൺഫ്യൂസിങ്ങും തെറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിനെ രണ്ട് സെഗ്മെൻറ്റുകളാക്കി ക്ലാസിഫൈ ചെയ്ത്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം എഴുതുന്നതിന് വേണ്ടി മൂന്നാമത്തെ ഒരു ലെഡ്ജറും കൂടെ തയ്യാറാക്കാം. ദാറ്റ് ഈസ് കോൾഡ് ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ. ഇങ്ങനെ 3 ലെഡ്ജറുകളായിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് 3ആയിട്ട് തരംതിരിച്ചത്? എന്തേ മറ്റു ലെഡ്ജറുകൾക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല? ഞാൻ പറഞ്ഞു, സ്ഥാപനങ്ങൾക്കകത്ത് കൂടുതലും ഈ സപ്ലയറും കൂടുതലും കടത്തിന് വിൽപ്പനയും കടത്തിന് വാങ്ങലും ഒക്കെ ഉള്ള വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരാണ് യൂഷ്വലി ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആക്യുറസി കുറച്ചുകൂടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും തെറ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുമാണ് ഇതിനെ പ്രധാനപ്പെട്ട 3 മേഖലകളാക്കി തരം
തരംതിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ലെഡ്ജർ, അതുപോലെ കടത്തിന് വാങ്ങലുമായി ബന്ധപ്പെട്ട ആ ലെഡ്ജർ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു ജനറൽ ലെഡ്ജർ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സെഗ്മെന്റുകളായിട്ട് തരംതിരിച്ചുകൊണ്ട് കണക്കുകൾ തയ്യാറാക്കുന്ന വ്യവസ്ഥിതിയെ നമുക്ക് ഇവിടെ എന്തെന്ന് വിളിക്കാം? സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് വിളിക്കാം. ഓരോ ലെഡ്ജറുകളും തയ്യാറാക്കിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നു? ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ലെഡ്ജറിലാണ് തെറ്റെന്ന്. കാര്യം നമ്മൾ എഴുതിയ ലെഡ്ജറിൻ്റെ താഴെയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവില്ലേ? ട്രയൽ ബാലൻസ് ടാലി ആയില്ല, നമുക്ക് മനസ്സിലാകും ആ ലെഡ്ജറിലാണ് എന്തുണ്ടായത്, കംപ്ലൈൻറ്റ് ഉണ്ടായത് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മൾ ഒരു യൂഷ്വൽ പാറ്റേണിൽ പഠിക്കുന്ന ഒരു അക്കൗണ്ടിങ് രീതി അല്ല ഇതിനകത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് തന്നെ നമ്മളത് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ കൃത്യമായിട്ടും തീർത്തുകൊണ്ടേ ഇരിക്കുക. കാരണം എനിക്ക് തോന്നുന്നു റെഗുലർ മോഡിൽ പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഈ സെൽഫ് ആൻഡ് സെക്ഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന മേഖല ഒരുപാട് നാളുകൾക്ക് മുന്നേ ഡിഗ്രിക്ക് പഠിച്ചവർക്കൊക്കെ മാത്രമേ ഈ ഒരു ടേം വരെ ഓർമ്മയുണ്ടാകുള്ളൂ. കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പുസ്തകങ്ങളിലൊന്നും ഈ ഭാഗം പഠിക്കാനായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും എന്നാലാവുന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന പോരായ്മകൾ കൃത്യമായി നിങ്ങൾ ചോദിക്കുക. അപ്പോൾ സെൽഫ് ബാലൻസിങ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ അതിനകത്തോട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ സെൽഫ് ബാലൻസിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്തു? ഓരോ സെഗ്മെൻറ്റുകളെയും സെൽഫായിട്ട് ബാലൻസ് ചെയ്തു. കൂടുതലും കടത്തിന് വിൽപ്പനയും കടത്തിന് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി 2 പ്രത്യേക സെഗ്മെൻറ്റുകളും ബാക്കി എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ജനറൽ ലെഡ്ജറുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കൃത്യമായും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ തിയറി പോർഷനുകളിലോട്ടൊന്ന് പോകാം. എന്താണ് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻ, ഒബ്ജക്റ്റ് എന്നീ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയർ ഈച്ച് ലെഡ്ജർ ഈസ് ബാലൻസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓരോ ലെഡ്ജറുകളെ നേരത്തെ പറഞ്ഞില്ലേ, ലെഡ്ജറുകൾ ഓരോന്നായിട്ട് പ്രധാനമായും 3 ലെഡ്ജറുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. എന്തിൻ്റെ സഹായത്തോടു കൂടി? സെൽഫ് ബാലൻസിങ് എൻട്രികളുടെ സഹായത്തോടു കൂടി. നമുക്ക് ഇൻ സെൽഫ് ബാലൻസിങ് എൻട്രീസ് ഇൻ അഡീഷൻ ടു യൂഷ്വൽ എൻട്രീസ്. നമ്മൾ സാധാരണ എൻട്രികൾ പോസ്റ്റ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ തെറ്റുകളും മറ്റുള്ള കാര്യങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയും നമുക്കൊരു അധിക എഫേർട്ട് ഒഴിവാക്കാനൊക്കെ വേണ്ടിയുമാണ് നമ്മൾ സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ പരിപാടി ഉപയോഗിച്ച് ഈ സെഗ്മെന്റുകളായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുള്ള ലെഡ്ജറുകളെ ബാലൻസ് ചെയ്ത് ആ ലെഡ്ജറുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുണ്ടാക്കുന്നത്? ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്ന തെറ്റുകൾ വേഗത്തിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അടുത്ത ഭാഗം, അണ്ടർ ദ സിസ്റ്റം എ ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സെഗ്മെന്റ് കഴിയും തോറും ഓരോ എന്ത് തയ്യാറാക്കും? ട്രയൽ ബാലൻസ് തയ്യാറാക്കും. ഫോർ ഈച്ച് ലെഡ്ജർ ഇൻഡിപെൻഡൻ്റ്ലി, സ്വതന്ത്രമായിട്ട് തയ്യാറാക്കുന്നു. എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഏത് ലെഡ്ജറിനകത്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് റിക്വയർ എ ജേണൽ എൻട്രി. ഒരു ജേണൽ എൻട്രിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ അക്കൗണ്ടിനകത്തൊക്കെ ഈ ബോക്സ് ഒക്കെ വരച്ച് നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൽഫ് ബാലൻസിങ്. ഇവിടെ എന്താണ്? സെൽഫ് ബാലൻസിങ് ജേണൽ എൻട്രിയുടെ സഹായത്തോടു കൂടിയാണ് സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ലെഡ്ജറിനകത്ത് നമ്മൾ ഐറ്റങ്ങൾ പോസ്റ്റ് ചെയ്ത് അവിടെ നിന്നും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസിലോട്ട് മാറ്റി എഴുതി തയ്യാറാക്കുന്നത്. അതാണ് എപ്പോഴും പറയുന്ന ഇൻ അഡീഷൻ ടു യൂഷ്വൽ എൻട്രീസ്. നമ്മൾ സാധാരണ ജേർണലൈസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ കാര്യം, ബിസിനസ് വലുതാണ്, ഒരുപാട് കസ്റ്റമേഴ്സും സപ്ലയേഴ്സും വരുന്നുണ്ട്, കണക്കുകൾ എഴുതുന്ന സമയത്ത് തെറ്റാതെ എഴുതണം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 മേഖലകളെ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മേഖലയാണ് ഞാൻ പറഞ്ഞത്, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മേഖലകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകം സെഗ്മെന്റുകളാക്കി മാറ്റി ബാക്കി എല്ലാത്തിനും നമ്മൾ ജനറൽ ലെഡ്ജർ എന്ന ഹെഡിങ്ങിനകത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതേ കണ്ടില്ലേ, ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന ഹെഡിങ്.
ട്രയൽ ബാലൻസ്. ഓരോ ലെഡ്ജറിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലെഡ്ജറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ആ അക്കൗണ്ട് പേയബിൾ ലെഡ്ജർ വരയ്ക്കുന്നു, അതിൻ്റെ ട്രയൽ ബാലൻസ്. അക്കൗണ്ട് റിസീവബിൾ ലെഡ്ജർ വരയ്ക്കുന്നു, അതിൻ്റെ ട്രയൽ ബാലൻസ്. ഈ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് പറയപ്പെടുന്നത് ഡെറ്റേഴ്സ് പ്ലസ് ബിൽ റിസീവബിൾ. ഇതിനെ രണ്ടിനെ ചേർത്ത് പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്തെന്ന്, അക്കൗണ്ട് റിസീവബിൾ എന്നൊരു പേരിൽ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ സെൽഫ് ബാലൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയും ആദ്യത്തെ സ്ലൈഡും ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും വ്യക്തമായും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്ക് ഈ ജേർണലൈസിംഗ് ഒന്നും കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ജേർണൽ എൻട്രി പഠിക്കാനായിട്ട് ഈ പറഞ്ഞത് കണക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർക്ക് എനിക്ക് മനസ്സിലായ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം. സാധാരണ ഒരു അക്കൗണ്ട് വരയ്ക്കുകയാണെന്നിരിക്കട്ടെ, നമ്മളൊരു പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. ഇതിന് ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മൾ ഞാൻ ഡെബിറ്റ്, റൈറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം. ഇവിടെ ഐറ്റങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടു എന്ന് പറയുന്ന ടേം. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ബൈ എന്ന് പറഞ്ഞൊരു ടേമും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എഴുതുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും വ്യക്തിയുടെ പേര് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേര്, ജസ്റ്റ് ഒരു ഉദാഹരണം, ഇവിടെ വൈ എന്നൊരാളുടെ പേര് കിടക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ കണക്ക് മറ്റേതെങ്കിലും ഒരു മറ്റെന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ കിടക്കുകയാണെന്നൊരു അസ്യൂം ചെയ്യുക. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു എൻട്രി കാണാപ്പാടം പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ആ അക്കൗണ്ട് ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എൻട്രി എഴുതാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ എൻട്രി ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഹെഡിങ്ങിൽ നിന്ന് തുടങ്ങുകയാണ്. ഹെഡിങ് ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് അല്ലേ ഹെഡിങ്. നമുക്കറിയാം എൻട്രി എഴുതുമ്പോൾ എന്തോ അക്കൗണ്ട് ഡെറ്റർ ടു എന്തോ അക്കൗണ്ട് ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഹെഡിങ്ങിൽ നിന്ന് തുടങ്ങാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ എന്ത് ക്യാഷ്? ടു ക്യാഷ്. ഹെഡിങ്ങിൽ നിന്നും തുടങ്ങി ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ ഫിനിഷ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. നേരെ റൈറ്റ് സൈഡിലോട്ട് പോവുക. ആദ്യത്തെ ആളിൻ്റെ പേരെന്താ? എക്സ് എന്നല്ലേ പേര്. അപ്പോൾ എക്സിൽ തുടങ്ങുക. എക്സ് അക്കൗണ്ട് ഡെറ്റർ തീർക്കുന്ന എവിടെയായിരിക്കണം? ഹെഡിങ്ങിൽ തീർക്കണം. എക്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അതുപോലെ തന്നെ വൈ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അതൊരു ഈ പറഞ്ഞ കണക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതി മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ടു, ഇത് ബൈ. ഹെഡിങ്ങിൽ നിന്നും തുടങ്ങുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങുക. റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഐറ്റം അവിടെ നിന്ന് തുടങ്ങുക. എന്നിട്ട് ഏതിൽ അവസാനിപ്പിക്കുക? ഹെഡിങ്ങിൽ അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. അത് എൻട്രികളൊക്കെ ചോദിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഈ രീതി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തെന്താ? സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ഈ സെൽഫ് ബാലൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ നമ്മളത് ട്രയൽ ബാലൻസ് വഴിയൊക്കെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നും ഇതിനെ ഇല്ല. നമുക്ക് അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായും ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കണക്കിൻ്റെ സഹായത്തോടു കൂടി അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ പറ്റുന്നവർ അതും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കണം. നല്ല രീതിക്ക് മനസ്സിലാക്കാനായിട്ട് നോക്കണം. കാര്യം ഓരോ ടോപ്പിക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞത് പ്രധാനമായും 3 തരത്തിലുള്ള കാര്യങ്ങൾ, 3 സെഗ്മെൻറ്റുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ സെഗ്മെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടത്? ഈ സെയിൽസുമായി ബന്ധപ്പെട്ടത്. 2 പർച്ചേസുമായി ബന്ധപ്പെട്ടത് അല്ലേ. അപ്പോൾ സെയിൽസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ, 3 സെഗ്മെൻറ്റുകളെ പ്രധാനമായിട്ടും ഉള്ളൂ കേട്ടോ. 3 സെഗ്മെൻറ്റുകളായിട്ടാണ് പ്രധാനമായിട്ടും 3 സെഗ്മെൻറ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, 3 മേഖലകളായിട്ട്. അപ്പോൾ അതിലൊന്ന് സെയിൽസ് ലെഡ്ജർ, 2 പർച്ചേസ് ലെഡ്ജർ, പിന്നെ ഇതൊന്നുമല്ല നമ്മളൊരു ലെഡ്ജറും കൂടെ പഠിച്ചു. എന്ത്? ജനറൽ ലെഡ്ജർ. ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജനറൽ ലെഡ്ജർ. ഈ സെയിൽസിനകത്തും പർച്ചേസിനകത്തും വളരെ പ്രധാനമായിട്ടൊരു കാര്യം ആലോചിക്കുക. ക്രെഡിറ്റ് കാര്യങ്ങളാണ് കൂടുതലും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ
സെൽഫ് ബാലൻസിങ് മെത്തേഡിനകത്ത് പ്രധാനമായും 4 ടൈപ്പ് അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സെയിൽസുമായി ബന്ധപ്പെട്ടത്, 2 പർച്ചേസുമായി ബന്ധപ്പെട്ടത്, 3 ജനറൽ ലെഡ്ജറുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ 3 തരത്തിലുള്ള സെഗ്മെൻറ്റുകളായിട്ട് തരംതിരിച്ചാണ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. അതിൽ ഒന്നാമത്തത്, ഇനി ഞാൻ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞായിരുന്നു. എന്താ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സെൽഫ് ബാലൻസിങ് മെത്തേഡിനകത്ത് നമ്മൾ ആദ്യം എൻട്രി ഇട്ട് പോകുന്ന സമയത്ത് എൻട്രികൾ 1 സൈഡ് മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റൂല. അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് ആ സെഗ്മെൻറ്റിൽ എന്ത് തയ്യാറാക്കാൻ പറ്റൂ, ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം അതിനകത്തെ ഐറ്റങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടി ഒരു സെയിൽസ് ലെഡ്ജറിനകത്ത് വരുന്ന കാര്യങ്ങൾ എഴുതി 1 സൈഡ് ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചെയ്യുന്ന ഒരു എന്ത് പറയാൻ, അത് ഈ പറഞ്ഞതുപോലെ ഡെബിറ്റിന് ആനുപാതികമായി ക്രെഡിറ്റ് വരുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടാണ് സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഏതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യും, ജനറൽ ലെഡ്ജറിനകത്ത് അത് കീപ്പ് ചെയ്യും. ഇനി അത് പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാക്കുന്നതിന് വേണ്ടി അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്, പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങളും വരാനുള്ള സാഹചര്യം എന്താണ്, സെയിൽസുമായി ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അത് ഞാൻ കണക്കിൻ്റെ രൂപത്തിലും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ 1 സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി കഴിയുമ്പോൾ നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഡുവൽ എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ എഫക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും എന്ത് ചെയ്യുന്നത്, ജനറൽ ലെഡ്ജറിന്റെ കീഴിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇനി അടുത്ത്, അപ്പം 3 എണ്ണം ഉണ്ടല്ലേ, സെയിൽസ് ലെഡ്ജറിന് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്, പർച്ചേസ് ലെഡ്ജറിനും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി മൂന്നാമത് തയ്യാറാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 സൈഡ് മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ അവിടെ ട്രയൽ ബാലൻസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് വേണം, ഒരു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വേണം. ആർക്കൊക്കെ വേണം, സെയിൽസുമായി ബന്ധപ്പെട്ടും വേണം, പർച്ചേസുമായി ബന്ധപ്പെട്ടും വേണം. അതാണ് അടുത്ത് പറയുന്നത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഏതിനകത്ത്, സെയിൽസ് ലെഡ്ജറിനകത്തൊരെണ്ണം വേണം. ഇനി അടുത്ത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഏതിനകത്ത് വേണം, പർച്ചേസ് ലെഡ്ജറിനകത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 പർച്ചേസ് ലെഡ്ജർ, 2 ഈ പറഞ്ഞ കണക്ക് സെയിൽസ് ലെഡ്ജർ. ഇനി ഇത് ടാലി ആക്കുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളാണ് ഏതൊക്കെ, സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിന്റെ കീഴിൽ എഴുതുന്നത്. ഇനി അടുത്ത് പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിന് കീഴിൽ എഴുതുന്നത്. ഇനി സെയിൽസ് ലെഡ്ജറിൽ എഴുതുന്ന അടുത്തൊരു ഐറ്റം ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതിനുശേഷം പർച്ചേസ് ലെഡ്ജറിൽ എഴുതുന്നത് രണ്ടാമത് മറ്റൊരു പറയാനായിട്ട് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി കുറച്ചുകൂടി ഇവിടെ തന്നെ ഞാനത് എഴുതാൻ പറ്റുമോ നോക്കാം. ഞാൻ ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഞാൻ 3 സെഗ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. 1 സെയിൽസുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഡെറ്റേഴ്സുമായി ബന്ധപ്പെട്ടത്, ശരിയല്ലേ, ഇത് 1ാമത്തെ സെഗ്മെന്റ്. 2 പർച്ചേസുമായി ബന്ധപ്പെട്ട സെഗ്മെന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട സെഗ്മെന്റ്, ശരിയല്ലേ. ക്രെഡിറ്റ് പർച്ചേസ് ആകുമ്പോൾ അവിടെ ആരാണ്, ക്രെഡിറ്റേഴ്സ് അല്ലേ ജനറേറ്റ് ആകുന്നത്, നമ്മൾ കാശ് കൊടുക്കാനായിട്ടില്ലേ. 1, 2 മൂന്നാമത്തെ ഏതാണോ, ജനറൽ ലെഡ്ജർ അല്ലേ മൂന്നാമത്തത്, ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ജനറൽ ലെഡ്ജർ. ഇനി അടുത്ത് സെയിൽസിനകത്ത് നമ്മൾ യൂഷ്വലി സെയിൽസിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്, ശരിയല്ലേ. അപ്പോൾ സെയിൽസിനകത്ത് യൂഷ്വലി നമ്മൾ സെയിൽസിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി അതിനകത്ത് തയ്യാറാക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. ഇനി അടുത്ത് പർച്ചേസിനകത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി അടുത്ത് ജനറൽ ലെഡ്ജറിനകത്ത് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 എണ്ണം തയ്യാറാക്കണം. എന്തൊക്കെയാണ്, സെയിൽസ്
ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും അടുത്ത് പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് യൂഷ്വലി വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ്? 3 സെഗ്മെന്റ്. സെയിൽസിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, സെയിൽസിനകത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെയിൽസ് ലെഡ്ജറിനകത്ത് ഉപയോഗിക്കുന്ന ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, പർച്ചേസിനകത്ത് ഉപയോഗിക്കുന്ന ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ജനറൽ ലെഡ്ജറിനകത്ത് ഉപയോഗിക്കുന്ന സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ തിയറട്ടിക്കൽ ഭാഗമായതുകൊണ്ടാണ് കുറച്ച് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ വേണ്ട, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ. ഇനി സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്തിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത് കൂടുതലും? ഇത് ഏത് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മുൻഗാമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ചെക്കിംഗ് ഓഫ് അക്കൗണ്ട്. നമ്മൾ കണക്കുകളൊക്കെ നേരത്തെ പരിശോധിക്കാറില്ലേ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കണക്ക് വലിയ രീതിക്ക് തെറ്റ് വരുമ്പോഴത്തേനും ആ തെറ്റുകൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം എന്താ? നമ്മൾ ഓരോ സെഗ്മെന്റുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലെഡ്ജറുകൾ വരച്ച് അവിടെ എന്ത് വരയ്ക്കുന്നു? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ചെക്കിങ്ങിൻ്റെ ആവശ്യം കുറവാണ്. അപ്പോൾ ടോട്ടൽ ചെക്കിംഗ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫോർമർ ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യുന്നത്. ഇന്ന് ആ ചെക്കിങ്ങിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെഗ്മെന്റുകളായിട്ട് വരച്ച് ട്രയൽ ബാലൻസ് വരച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള 2 വാക്കുകൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇന്ന് അതിനൊരു ടൈറ്റിലായിട്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. ആ മാറിയ പേരാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇവിടുത്തെ സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ. ഇനി അടുത്ത് ഇനി മറ്റൊരു പേര് ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നും പല ആൾക്കാരും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന പേരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത് സെയിൽസുമായി ബന്ധപ്പെട്ടതല്ലേ 3 സെഗ്മെന്റുകളാണ്. ഒന്ന് സെയിൽസ്, 2 ഏതാണ്? പർച്ചേസ് അല്ലേ. അപ്പോൾ പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇന്നിവിടെ അത് അറിയപ്പെടുന്ന പേരപ്പോൾ എന്തായിരിക്കും? നമുക്കത് നോക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ബോട്ട് ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ 2 അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകളും നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ കീപ്പ് ചെയ്തത് ഏതിൻ്റെ കീഴിലാണ്? ജനറൽ ലെഡ്ജറിൻ്റെ കീഴിലാണ് ഇത് 2 എണ്ണവും കീപ്പ് ചെയ്തത്. അത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക്? ചീഫ് ക്ലർക്കിന് അല്ലെങ്കിൽ അക്കൗണ്ടന്റിന് ചെക്ക് ചെയ്യാൻ പറ്റും സെയിൽസ് ആൻഡ് ബോട്ട് ലെഡ്ജർ ബാലൻസ്ഡ് റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും ബാലൻസ് ചെയ്ത് ശരിയാണെന്ന്. അപ്പോൾ നമ്മൾ 3 ട്രയൽ ബാലൻസ് വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു ട്രയൽ ബാലൻസ്, ക്രെഡിറ്റ് സെയിൽ. അടുത്ത് നമ്മുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ. പിന്നെ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തും കൊണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റും? ഇത് നമ്മൾ ജനറൽ ലെഡ്ജറിലോട്ട് ഇത് മാറ്റും. ശരിയല്ലേ? ഇത് ജനറൽ ലെഡ്ജറിലോട്ട് നമ്മൾ മാറ്റിയിട്ട് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ബാലൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എങ്ങോട്ട് മാറ്റും? ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റി. ഇവിടെ 2 ശരിയാണെങ്കിൽ നമ്മൾ സേഫ് അല്ലേ? പിന്നെ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റി നമ്മൾ അവിടെയും എന്ത് തയ്യാറാക്കും? ട്രയൽ ബാലൻസ് തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിനെ വിളിക്കുന്ന പുതിയ പേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ പേര് നൗ ഡിഫൈൻഡ് എന്തൊക്കെ ടൈറ്റിലാണ്? സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ലെഡ്ജർ ഓർ ബോട്ട് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഈ 2 അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും നമ്മൾ ഇതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എങ്ങോട്ട് മാറ്റും? ജനറൽ ലെഡ്ജറിലോട്ട് നമ്മളിത് മാറ്റും. ഈ ഇതിൻ്റെ 2 ലെഡ്ജറും വരയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസുകൾ നമ്മൾ ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റുകയും ആ ജനറൽ ലെഡ്ജറിൽ നമ്മൾ എന്ത് വരയ്ക്കും? ട്രയൽ ബാലൻസ് വരയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റിവെച്ച് ചെയ്യുന്ന ഒന്നല്ല. സാധാരണ നമ്മൾ യൂഷ്വൽ എൻട്രികൾ ഇടാറുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി ഈ പരിപാടി ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പർച്ചേസ് ലെഡ്ജറിലായിരുന്നാലും സെയിൽസ് ലെഡ്ജറിലായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ എൻട്രി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഡബിൾ എൻട്രി ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഒരു ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്ത് കൂടാതെ
ഇൻ അഡീഷൻ ടു യൂഷ്വൽ ഇൻഡിവിജ്വൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അല്ലേ. അപ്പോൾ ഹെഡിങ് നോക്കിക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ലെഡ്ജറിൽ? പർച്ചേസ് ലെഡ്ജറിൽ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ അനുസരിക്കുന്നുണ്ട്. എങ്ങനെ അനുസരിക്കുന്നുണ്ട്? ഡബിൾ എൻട്രി സിസ്റ്റം കംപ്ലീഷൻ ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡീഷണൽ അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കും. എന്തു കൂടാതെ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? തയ്യാറാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദി ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വിൽ ഹാവ് ഡെബിറ്റ് ബാലൻസ്. അത് ഡെബിറ്റ് ബാലൻസ് ഉള്ളതായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ അതിന് ഡെബിറ്റ് ബാലൻസ് പറയാൻ കാര്യം? പർച്ചേസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ഏതാണടെ? പർച്ചേസുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ലൈബിലിറ്റിയുടെ ബാലൻസ് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിനൊരു ഓപ്പോസിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായിട്ടൊരു ഈക്വൽ എന്തിടണം? നമ്മൾ ഡെബിറ്റ് ഇടണം അല്ലേ. അതിന് വേണ്ടിയാണ് നമ്മൾ ഏത് അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ഈ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് ബാലൻസ് എന്തായിരിക്കും ഇവിടെ? അപ്പം അതിനെന്ത് ബാലൻസ് ആയിരിക്കും? ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ശരിയായ അങ്ങനെ ആക്കുമ്പോഴേ നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട്? പർച്ചേസുമായി ബന്ധപ്പെട്ട് ഡബിൾ എൻട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, തിയറികൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പിന്നെയും പറയുകയാണ്, യൂഷ്വലായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻ്റ് ആണ്. വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇപ്പം ഈ പറഞ്ഞ ഞാൻ സ്ലൈഡ് ഇടുന്നതിന് മുന്നേ ആയിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഒന്നാമത്തെ ഇതിൻ്റെ സവിശേഷതയായിട്ട് പറഞ്ഞത് നമ്മൾ പർച്ചേസ് ലെഡ്ജറുമായിട്ട് ബന്ധപ്പെട്ട് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് വരുന്ന എന്തായിരിക്കും ഇവിടെ? സെയിൽസ് ലെഡ്ജറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡബിൾ എൻട്രി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അവിടെയും സെയിൽസ് ലെഡ്ജർ ഡബിൾ എൻട്രി സിസ്റ്റം ആക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് യൂഷ്വൽ ഡെറ്റർ അക്കൗണ്ടിനും കൂടുതൽ, അല്ലെങ്കിൽ ഡെറ്റർ അക്കൗണ്ട് അല്ലാണ്ട് നമ്മളവിടെ തയ്യാറാക്കുന്ന അക്കൗണ്ട് എന്തായിരിക്കും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും. ശരിയല്ലേ? ഏത് ലെഡ്ജറിനകത്ത്? സെയിൽസ് ലെഡ്ജറിനകത്ത്. അതേപോലെയാണ് എഴുതിയിട്ടുള്ളത്. തയ്യാറാക്കുന്നു. ഇനി അടുത്ത് ഈ സെയിൽസ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ടത്. ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കടത്തിന് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് പൈസ തരാനുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെറ്റേഴ്സ്. നമുക്ക് പൈസ തരാനുള്ളവരാണ് ഡെറ്റേഴ്സ് അല്ലേ. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് അസറ്റാണ്. അസറ്റിൻ്റെ ബാലൻസ് എന്ത് ബാലൻസ് ആണ്? അസറ്റിൻ്റെ ബാലൻസ് ഇൻഡിവിജ്വൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇത് തുല്യമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു കറസ്പോണ്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ക്രെഡിറ്റ് കൊടുത്താലേ രണ്ടിടത്തും ഈ പറഞ്ഞ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഐറ്റങ്ങളാവുള്ളൂ. നമുക്ക് എങ്ങോട്ട്? ട്രയൽ ബാലൻസിനകത്തോട്ട് അത് പോസ്റ്റ് ചെയ്യാനും ഇവിടെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യത്തെ ഫീച്ചേഴ്സ്, പർച്ചേസ് ലെഡ്ജറുമായിട്ട് ബന്ധപ്പെട്ടതും സെയിൽസ് ലെഡ്ജറുമായി ബന്ധപ്പെട്ടതും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ജനറൽ ലെഡ്ജറിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? എങ്ങനെയാണ്? പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും നമ്മൾ പ്രപ്പോർഷണേറ്റ് ആയിട്ട് എഴുതി എന്ത് ചെയ്യുന്നു? ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ എവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ജനറൽ ലെഡ്ജറിനകത്തും ഫോളോ ചെയ്യുന്നുണ്ട്. പർച്ചേസ് ലെഡ്ജറിനകത്തും അല്ലെങ്കിൽ സെയിൽസ് ലെഡ്ജറിനകത്തും നമ്മൾ ആനുപാതികമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവിടെയും ജനറൽ ലെഡ്ജറിനകത്തും നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ഡബിൾ എൻട്രി എന്ന് പറയുന്ന വ്യവസ്ഥിതി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താ? ഓരോ ലെഡ്ജർ കഴിയുന്ന സമയത്തും വി വിൽ പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ഓരോന്ന് കഴിയുന്ന സമയത്തും നമ്മൾ കൃത്യമായിട്ടും എന്ത് തയ്യാറാക്കുന്നുണ്ട്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നുണ്ട്. ഇനി അടുത്ത പാസിംഗ് അഡീഷണൽ എൻട്രി. ഞാൻ നേരത്തെ പറഞ്ഞു യൂഷ്വലായിട്ട് നമ്മൾ ജേർണൽ എൻട്രി എഴുതും എന്നെ ട്രാൻസാക്ഷൻ ഒക്കേർഡ്. ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ആനുപാതികമായിട്ടും എന്ത് കൊടുക്കാറുണ്ട്? എൻട്രികൾ കൊടുക്കാറുണ്ട്. ഈ സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി നമ്മൾ ചില അഡീഷണൽ എൻട്രികളും കൂടെ സെൽഫ് ബാലൻസിങ് എൻട്രികൾ എന്ന് പറഞ്ഞ് കൊടുക്കാറായിട്ടുണ്ട്. അതാണ് അടുത്ത ഫീച്ചറായി പറയുന്നത് പാസിംഗ് ഓഫ് അഡീഷണൽ എൻട്രീസ്.
ഇനി എന്തിനു വേണ്ടിയാണ് ഈ സെൽഫ് ബാലൻസിങ് ഉപയോഗിക്കുന്നത്? മറ്റൊരു സവിശേഷതയാണ്, ഇത് നമ്മൾ ഓരോ സെഗ്മെൻറ്റുകളായിട്ട് ഓരോ പ്രധാനമായും 3 ട്രയൽ ബാലൻസാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിച്ചത്. ഒന്ന് ബോട്ട് ലെഡ്ജറിനകത്ത്, അല്ലെങ്കിൽ പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ, 3 എണ്ണത്തിൽ നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, സെൽഫ് ബാലൻസിങ് നടത്തുന്നത് വർഷത്തിലൊരിക്കൽ ആ രീതിക്കല്ല നടത്തുന്നത്, ഡെയിലി ബേസിസിലാണ് പോസ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഡെയിലി ബേസിൽ നടത്തുമ്പോഴും ഈ പറഞ്ഞ കണക്ക് ട്രയൽ ബാലൻസുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? തെറ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ്. ഒന്നാമത്തത്, നമുക്ക് ചെക്കിങ് ഉറക്കിയാലേ, കൃത്യമായി എഴുതി പോവേലേ, പിന്നെ തെറ്റൊന്നും ഉണ്ടാവില്ല. രണ്ടാമതും തിരിഞ്ഞു നോക്കണ്ട, തെറ്റൊന്നും ഉണ്ടാകാൻ സാധ്യത, കാരണം ടാലിയായി നിൽക്കുകയല്ലേ. ടാലി ആയില്ലെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ മനസ്സിലാവും തെറ്റുണ്ടെന്ന്. അപ്പോൾ രണ്ടാമതൊരു ചെക്കിങ്ങിൻ്റെ ആവശ്യം വളരെ കുറവായിരിക്കും. തെറ്റുകൾ നമുക്ക് ലോക്കലൈസ് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റുകളുടെ അളവ് കുറയ്ക്കാം, നമുക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെ അളവും കുറയ്ക്കാം. ഇനി നമ്മളിത് ഫോളോ ചെയ്യുന്ന എന്തിനായിട്ടാണ്? ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ട്രയൽ ബാലൻസ് ടാലി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും മനസ്സിലാകും ഇത് ഈ ലെഡ്ജറുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ നമുക്കത് പറയാൻ പറ്റില്ല. ജനറൽ ട്രയൽ ബാലൻസ് ആണ് തയ്യാറാക്കുന്നതിനെ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് എവിടെ നിന്ന് വന്നു, ഈ തെറ്റ് എവിടെ നിന്ന് വന്നു, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ലെഡ്ജറിനും ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ കൃത്യമായി നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കും, ഇവിടെയാണ് തെറ്റ്, ഇവിടെയാണ് തെറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ മാച്ച് ആയില്ലേ, സെയിൽസ് ലെഡ്ജറിലാണ് കംപ്ലൈൻറ്റ്. കാര്യം സെയിൽസ് ലെഡ്ജറിൻ്റെ ട്രയൽ ബാലൻസ് അല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ the trial balance helps identify there is a mistake but does not specify where the mistake is located. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പൈസ ചിലവും അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും ആ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നമുക്കത് എന്ത് ചെയ്യുന്നു? പരിഹരിക്കപ്പെടാനായിട്ട് പറ്റുന്നു. അതാണ് ആ പോയിന്റുകൾക്കകത്ത് എഴുതിയിട്ടുള്ളത്. അനാവശ്യമായി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഓരോ ലെഡ്ജർ കഴിയുന്ന സമയത്തും നമ്മൾ ഓരോ ട്രയൽ ബാലൻസുകൾ തയ്യാറാക്കി തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത് സെൽഫ് ബാലൻസിങ്ങിന് വേണ്ടി ലെഡ്ജറുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്? വെയർ സെവറൽ ലെഡ്ജേഴ്സ് ആർ ഇൻ യൂസ്. ഒത്തിരി നമ്മൾ ഇപ്പം തന്നെ നമ്മൾ 3 ലെഡ്ജർ പറഞ്ഞില്ലായിരുന്നു. 3 ലെഡ്ജറുകൾ ഇതുപോലെ പല ലെഡ്ജറുകളും ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് ഒബീവിയസ് that there will not balance of themselves because the balances they contain will be one-sided. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കൃത്യമായും ബാലൻസ് കിട്ടൂല, നമ്മൾ ഒരു സൈഡിൽ മാത്രമേ നമുക്കെടുത്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ കണക്ക് അത് ശരിയാക്കാനല്ലേ നമ്മളൊരു ഐറ്റം കൂടെ ഇട്ടത്. എന്താ, 1 സൈഡ് മാത്രമേ ഉള്ള, 2 സൈഡ് ആക്കണ്ടേ? അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ബുദ്ധിപരമായ ഒരു വാക്ക് ഉപയോഗിച്ചത്. ദാറ്റ് ഈസ് കോൾഡ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സെൽഫ് ബാലൻസിങ്ങിൻ്റെ രീതിക്ക് മാത്രം നമ്മൾ ചെയ്യാം. അപ്പം ആ രീതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സൈഡ് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും കൂടെ ഇടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ബുദ്ധിപരമായ മറ്റൊരു അക്കൗണ്ടും കൂടെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ എൻട്രി സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്? ദിസ് ഈസ് ആൻ എക്സ്ട്രാ അക്കൗണ്ട് ഇൻസർട്ടഡ് അറ്റ് ദ ബാക്ക് ഓഫ് ലെഡ്ജർ. ഒരു ലെഡ്ജറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ഡബിൾ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ദ ലെഡ്ജർ ആൻഡ് മേക്കിംഗ് ഇറ്റ്സ് സെൽഫ് ബാലൻസിങ്. ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി, സെൽഫായിട്ട് അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു എക്സ്ട്രാ ആയിട്ടുള്ള അക്കൗണ്ടും കൂടെ തയ്യാറാക്കുന്നത്. ഇറ്റ് ഇസ് മിയർലി എ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഓൾറെഡി പോസ്റ്റഡ് ഇൻ എ പർട്ടിക്കുലർ ലെഡ്ജർ. നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്ത അക്കൗണ്ടിനകത്ത് പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയൊക്കെയാണ്. only in a summarized form instead of ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിന് പകരം സമ്മറൈസ് ചെയ്ത് നമ്മൾ ഏതിനകത്ത് കാണിക്കും? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എന്താക്കാം? തുല്യമാക്കി പോകാം. ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ പറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി മേഖലകളാണ്. ആദ്യ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തിയറി മേഖലകളാണ്. സെൽഫ് ബാലൻസിങ് എന്താണ്, സെൽഫ് ബാലൻസിങ് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, എന്താ കാരണമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരുപാട് കൈമാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ആകുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് ഇതിനകത്തെ പല മേഖലകളെ, ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ പല സെഗ്മെൻറ്റുകളായിട്ട് നമ്മൾ തരംതിരിക്കുകയും ഓരോ സെഗ്മെൻറ്റുകളെയും ഓരോ സെഗ്മെൻറ്റുകൾക്കകത്തും വരുന്ന ലെഡ്ജറുകൾ തയ്യാറാക്കുകയും ആ ലെഡ്ജറിന്
ഓരോ ലെഡ്ജറും തയ്യാറാക്കി കഴിയുന്ന സമയത്ത് അതിനാനുപാതികമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് തയ്യാറാക്കും. ഇനി അടുത്തത്, ഓരോ ലെഡ്ജറിനകത്ത് നമ്മൾ ഈ ഒരു രീതി അനുസരിച്ച് കണക്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് റീസോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആ ഒരു സൈഡിലുള്ള എൻട്രികളെ ശരിയാക്കുന്നതിന് വേണ്ടി മറു സൈഡ് കൂടി ആ തുക വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് പറയാനായിട്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അങ്ങനെ നമ്മൾ ഡബിൾ എൻട്രി സാറ്റിസ്ഫൈ ചെയ്യുകയും തുടർന്ന് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റുകളായിട്ട് തരംതിരിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ട് അവസാനം നമ്മൾ എന്ത് ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടും ജനറൽ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടും ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് തയ്യാറാക്കുമ്പോൾ ടാലി ആയില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം ഇത് ഈ ലെഡ്ജറുമായി ബന്ധപ്പെട്ടതാണെന്ന്. എററുകൾ എവിടെ ഉള്ളതാണെന്ന് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്തിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിയറട്ടിക്കൽ പോർഷനിലെ കുറച്ച് കാര്യങ്ങൾ, സെയിൽസ് ലെഡ്ജർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പർച്ചേസ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പർച്ചേസ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി തിയറട്ടിക്കലായിട്ടുള്ള ടേമുകൾ നമുക്ക് കിട്ടി. ഞാനൊരു ചെറിയ കണക്കിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വലിയ കണക്കാണ്, എന്നിരുന്നാലും ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റിയാൽ ആക്കുക. കാര്യം ഇതിനകത്ത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, എഴുതുന്ന ഐറ്റങ്ങൾ, ട്രയൽ ബാലൻസ് എന്നീ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയുള്ള ഒന്നാണ്. ശ്രദ്ധാപൂർവ്വം ഇരിക്കുക, പരമാവധി കേട്ടിരുന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല രീതിക്ക് ശ്രമിക്കുക. നമ്മൾ പഠിച്ചായിരുന്നു പ്രധാനമായും 3 തരത്തിലുള്ള സെഗ്മെൻറ്റുകളായിട്ടാണ് നമുക്കിതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. കാര്യം ഏറ്റവും കൂടുതലും ക്രെഡിറ്റർ ഡെറ്ററുമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് ചോദിക്കുന്നതും കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 3 തരത്തിലുള്ള സെഗ്മെൻറ്റ്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഒന്നാമത്തത് സെയിൽസുമായി ബന്ധപ്പെട്ട്, ക്രെഡിറ്റ് സെയിലുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ, ഡെറ്റർ ലെഡ്ജറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെഗ്മെൻറ്റ് ഒന്നാമത്തത്. 2 ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുമായി ബന്ധപ്പെട്ട് വരുന്നത് രണ്ടാമത്തത്. അപ്പോൾ ഡെറ്ററായി, ക്രെഡിറ്ററായി. ഇനി പൊതുവായിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തണ്ടേ? അപ്പോൾ അതിനുള്ള മേഖലയാണ് ഏതെന്ന് പറയുന്നത്? ജനറൽ ലെഡ്ജർ എന്ന് പറയുന്ന ഹെഡിങ്ങിനെ 3 സെഗ്മെൻറ്റുകളായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടാണ് ഓരോ സെഗ്മെൻറ്റുകളും സെൽഫായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ പിന്നെയും പറയുകയാണ്, ഒരു പ്രോബ്ലം തന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളിൽ എത്രത്തോളം എത്തുന്നോ അതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണ്, നമ്മൾ വിൽക്കുകയാണ്, കടത്തിന് നമ്മൾ വിൽക്കുകയാണ്. വിൽക്കുന്ന സമയത്ത് എന്താ യൂഷ്വലി എൻട്രി വരുന്നത്? ഡെറ്റർ അക്കൗണ്ട്, ഡെറ്റർ ടു സെയിൽസ് എന്ന് വരുമല്ലോ. അപ്പോൾ ആർക്കാണോ നമുക്ക് വിൽക്കുന്നത്, ഞാനിവിടെ 3 ആളുകൾക്ക് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. എ, ബി, സി 3 പേർക്കായിട്ടാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ 3 പേർക്കായിട്ട് ഞാൻ വിൽക്കുന്ന സമയത്ത് ഞാൻ എഴുതുന്നത് എ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളായിട്ട് ആദ്യം നമുക്ക് തയ്യാറാക്കുകയാണ്. ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളായിട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ എന്താ എൻട്രി? നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് അവരിൽ നിന്നുമല്ലേ പൈസ കിട്ടുന്നത്. അപ്പം എ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, ബി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, സി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. 2 സെയിൽസ് 1000 രൂപയുടെ എന്ത് നടന്നിട്ടുണ്ട്? വിൽപ്പന നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു എൻട്രി എന്താണോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? നമുക്കിവിടെ സെൽഫ് ബാലൻസ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ വൺ സൈഡ് മാത്രമല്ല നമുക്കിപ്പോൾ ഉള്ളൂ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് വേണ്ട. അതിനാനുപാതികമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഒരു എന്ത് പറയാനായിട്ട് ഐറ്റം പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഒന്ന് എന്ത് പറയാൻ ഡബിൾ എൻട്രി സിസ്റ്റം മാച്ച് ആക്കുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെറ്റർ ലെഡ്ജറിനകത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെന്ന് പറഞ്ഞു വേണം ഹെഡിങ് കൊടുക്കാൻ? ഡെറ്റർ ലെഡ്ജറിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റി എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ എന്തെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും? അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റം മാച്ച് ആക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങോട്ട് മാറ്റി എഴുതാൻ? ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റി എഴുതുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ അതിനെ വിളിക്കും ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. കേട്ടോ? അപ്പം ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും 3000 രൂപയുടെ വിൽപ്പന. ഇവിടെ ഡെബിറ്റിലല്ലേ നടന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇടണമെങ്കിൽ നമ്മൾ എവിടെ ഇടണം? ക്രെഡിറ്റിൽ എഴുതണം. എന്തെന്ന് പറഞ്ഞ് എഴുതും നമ്മൾ?
നമുക്ക് പൈസ തരാനുള്ളവരെ പൊതുവെ വിളിക്കുന്ന പേര് ഡെറ്റർ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മൾ എഴുതും ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഏതിനകത്ത്? ഡെറ്റർ ലെഡ്ജറിനകത്ത്. ഏത് അക്കൗണ്ടിൽ? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് ഡബിൾ എൻട്രി സിസ്റ്റം മാച്ച് ആക്കുന്നതിന് വേണ്ടി ഈ 3000-ന് 1000 ഈ 3000-ന് ആനുപാതികമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് നമ്മളിവിടെ ഇട്ടു. 3000 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗത്ത്. ഇത്രയും കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജനറൽ ലെഡ്ജറിലോട്ട് എഴുതിയിരിക്കുകയാണ്, ശരിയല്ലേ? ജനറൽ ലെഡ്ജറിലോട്ടും എഴുതിയിരിക്കുകയാണ്, സെയിൽസിലോട്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ജനറൽ ലെഡ്ജറിലോട്ട് പോകാം. ജനറൽ ലെഡ്ജറിലോട്ട് പോകുന്ന സമയത്ത് ഇതാണ് ജനറൽ ലെഡ്ജർ. ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞ് ഡെബിറ്റിലല്ലേ എഴുതിയിട്ടുള്ളത്. എയുടെ അക്കൗണ്ടിനകത്ത് സെയിൽസ് എന്ന് പറഞ്ഞ് ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൻ്റെ അക്കൗണ്ടിനകത്ത് ABC എന്ന് പറഞ്ഞ് എവിടെ കാണിക്കുക? ക്രെഡിറ്റ് കാണിക്കുക. ഈ സെയിലിനെ ജനറൽ ലെഡ്ജറിലോട്ട് എഴുതുമ്പോൾ 1000 2000 ഡെബിറ്റിൽ. ഇവിടെ 1000 3000. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെയും നമ്മൾ എഴുതി ഇവിടെ 1000 3000 എന്ന് എഴുതിയല്ലേ. അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ കിടക്കുവാണ്? ജനറൽ ലെഡ്ജറിനകത്ത്. അപ്പോൾ ജനറൽ സെയിൽസ് ലെഡ്ജറിനകത്ത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ ജനറൽ ലെഡ്ജറിനകത്ത് സെയിൽസ് ലെഡ്ജർ അക്കൗണ്ടിനകത്ത് നമ്മൾ എത്ര രൂപ കാണിക്കുക? ഇവിടെ ക്രെഡിറ്റിൽ എഴുതിയ 3000-ത്തെ ഇവിടെ ഡെബിറ്റിൽ കാണിക്കുക. എന്തെന്ന് പറഞ്ഞ് കാണിക്കണം? ഈ ഹെഡിങ് ഏതാ? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെയും 3000 ആ 3000 നമ്മൾ കറസ്പോണ്ടന്റ് ഇവിടെ ഇട്ടല്ല. രണ്ടിടത്തും നമ്മൾ എന്തു പറയാനായിട്ട് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അനുസരിച്ച് ടാലിയാക്കി. ഇത്രേ പറഞ്ഞത്. ക്രെഡിറ്റ് സെയിൽ മാത്രമേ നടന്നുള്ളൂ. സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് ആനുപാതികമായിട്ട് ജനറൽ ലെഡ്ജറിലോട്ട് നമുക്ക് എഴുതാൻ വേണ്ടി ഇവിടെ ജനറൽ ലെഡ്ജറിന് ഇട്ടിരുന്ന ഐറ്റത്തെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് ഈ പറഞ്ഞ കണക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരിയായിരുന്ന? ഇവിടെ ക്രെഡിറ്റ് കിടന്നതിനെ ഇവിടെ നമ്മൾ ഡെബിറ്റിൽ എഴുതി. ഇവിടെ ഓരോ ഡെബിറ്റുകളെയും നമ്മൾ സെയിൽസ് അക്കൗണ്ടിൻ്റെ എവിടെ എഴുതി? ക്രെഡിറ്റിൽ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം പറയാനായിട്ടുള്ളത്. അപ്പോൾ വിൽപ്പന നടന്നു. ഇനി വാങ്ങൽ നടക്കണ്ടേ? അപ്പോൾ നമുക്ക് നേരെ ഏതിനകത്തോട്ട് പോകാം? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ലെഡ്ജറിനകത്ത് അവിടെ നമ്മൾ സാധനം വാങ്ങിക്കുകയല്ലേ. അപ്പോൾ എന്താ എഴുതുന്നത്? നമ്മൾ എഴുതുന്നു പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പൈസ കൊടുത്ത് വാങ്ങിച്ചാലല്ലേ ക്യാഷ് എന്ന് പറയുള്ളൂ. എക്സിൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ബൈ പർച്ചേസ് 800 രൂപയ്ക്ക്. വൈയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു 800 രൂപയ്ക്ക്. സെഡിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു എത്ര രൂപയ്ക്ക്? 800 രൂപയ്ക്ക്. ഇവിടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഡബിൾ എൻട്രി സിസ്റ്റം. ഒന്ന്, ഈ ലെഡ്ജറുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഇത് ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്ന് തിയറട്ടിക്കലായിട്ട് മനസ്സിലാക്കിയാൽ പോരാ, നമുക്കൊരു തെളിവ് വേണം. ആ തെളിവ് ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് ഓരോന്നിനും ഓരോ ട്രയൽ ബാലൻസ് നമുക്ക് തയ്യാറാക്കണം. ഇവിടെ ബോർഡ് കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇവിടെ ട്രയൽ ബാലൻസ് ഞാൻ തയ്യാറാക്കാത്തത്. ഇവിടെ രണ്ടിടത്ത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത് നമ്മൾ സാധനം വാങ്ങിക്കുകയാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്. അപ്പോൾ ബൈ പർച്ചേസ്. അപ്പോൾ ബൈ പർച്ചേസ് 800, ബൈ പർച്ചേസ് 800 എക്സ് വൈ സെഡ്. വാങ്ങിയല്ലേ? അപ്പോൾ ഇനി വാങ്ങിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ആൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സിനകത്ത് പിന്നെയും ക്രെഡിറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുവോ? ഇല്ല. പകരം അത് എങ്ങോട്ട് പോകേണ്ടതാണ്? ജനറൽ ലെഡ്ജറിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് എഴുതാം ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. എത്ര രൂപ? 3 കൂടെ കൂട്ടി 2400 നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇവിടുത്തെ കാര്യം പൂർത്തിയായി. അപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എഴുതി ഇവിടെ പൂർത്തിയാക്കി. ഇനി നമ്മൾ അപ്പുറത്തോട്ട് ചാടുന്ന സമയത്ത് ഇവിടെ പർച്ചേസ് നമ്മൾ കിടന്നല്ലേ, പോസ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ജനറൽ ലെഡ്ജറിനകത്ത് എവിടെ എഴുതണം? പർച്ചേസിനകത്ത് എഴുതണം. ഇവിടെ ക്രെഡിറ്റിലല്ലേ കിടന്നത്. അപ്പോൾ പർച്ചേസിനകത്ത് അവരുടെ പേരെഴുതി എന്തെഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഈ പർച്ചേസിനോടൊപ്പം തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്തേ. അപ്പോൾ ഇനിയായിട്ട് നമുക്ക് വന്നത് ഇതിന് ആനുപാതികമായിട്ടൊരു ഓപ്പോസിറ്റ് ഡെബിറ്റ് ഇടണം. നമ്മൾ ഇട്ടു 800 8 3 24 2400 ഡെബിറ്റിൽ വന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത്? ജനറൽ ലെഡ്ജറിനകത്ത് എഴുതാനല്ലേ പറഞ്ഞത്. ജനറൽ ലെഡ്ജറിലോട്ട് നമുക്ക് എഴുതണ്ടേ? ജനറൽ ലെഡ്ജറിനകത്ത് ഏതിനകത്ത് എഴുതും? ഇതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അല്ലേ. ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ 2400-നെ ഇവിടെ എഴുതി.
2400 എന്ന് പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തി. 2400 രേഖപ്പെടുത്തി. അപ്പോൾ പർച്ചേസുമായി സെയിലുമായി ഇതിന് രണ്ടിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഡബിൾ എൻട്രി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്തു. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യം പണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ വിറ്റതിന് നമുക്ക് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടി? എയുടെ കയ്യിൽ നിന്നല്ലേ. അപ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ആദ്യം വരുന്ന ഐറ്റം ബൈ ഐറ്റം അല്ലേ, രണ്ടാമത്തെ ഐറ്റം അല്ലേ ടു ഐറ്റം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എ അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ബൈ ക്യാഷ്. അപ്പോൾ എത്ര രൂപ കിട്ടി? 700 രൂപ കിട്ടി. 700 രൂപ കിട്ടി. 700 രൂപ കിട്ടി. അപ്പോൾ ഇതിന് നമ്മളെപ്പോഴും ആനുപാതികമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമല്ലേ. 7 3 21 2100 രൂപ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഇതിനകത്ത് ജനറൽ ലെഡ്ജറിനകത്ത് നമ്മൾ എഴുതും ഡെറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇത് മൂന്നും കൂടെ കൂട്ടി 7 3 21 2100 രൂപ. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് എഴുതിയല്ലേ, നേരെ ക്യാഷിനകത്ത് നമ്മൾ കൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ ക്രെഡിറ്റിലല്ലേ എഴുതിയത്, അപ്പോൾ ഇവിടെ ഡെബിറ്റിൽ എഴുതി ക്യാഷിനകത്ത് 700 700 700. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ 2100 എന്ന് പറഞ്ഞ് എന്താ എഴുതിയത്? ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നല്ലേ എഴുതിയത്. ഏതിനകത്ത്? ജനറൽ ലെഡ്ജറിനകത്ത്. അപ്പോൾ ജനറൽ ലെഡ്ജറിനകത്ത് ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് 2100 ആയില്ലേ. അപ്പം അതും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വിൽപ്പന നടന്നു. വിൽപ്പനയുടെ പൈസ കുറച്ച് സെറ്റിൽ ചെയ്തു, ബാക്കിയുള്ള നമ്മളിവിടെ കാണിക്കുകയും ചെയ്തു. ഇനി അടുത്ത് അതുപോലെ പർച്ചേസിൻ്റെ കാര്യം. വാങ്ങിയിട്ട് പൈസ കൊടുക്കണം. പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കുന്ന കാര്യം എഴുതാം ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ എക്സിന് എന്ത് ചെയ്യണം? പൈസ കിട്ടണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈ പറഞ്ഞ കണക്ക് പോവേല. അപ്പോൾ എക്സിന് കിട്ടുന്നു എക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എത്ര രൂപ വെച്ച്? 300 300 300 900 900. ഈക്വലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇടണ്ടേ. അഡ്ജസ്റ്റ്മെൻറ്റ് ഈക്വലായിട്ട് 900 ഇട്ടു. ശരിയായി. അത് കഴിഞ്ഞു. ഇനി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണ്ടേ. ഇവിടെ 300 300 300. ഇതിനെ ക്യാഷിന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക 300 300 300. ശരിയല്ലേ? എളുപ്പമല്ലേ മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് അതിൻ്റെ ജനറൽ ലെഡ്ജറിനകത്ത് നമ്മൾ എന്തെന്ന് എഴുതി? 300 300 300 900 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനറൽ ലെഡ്ജറിനകത്തോട്ട് എഴുതാൻ പറഞ്ഞു. ഇവിടെ ക്രെഡിറ്റിലല്ലേ. അപ്പോൾ ജനറൽ ലെഡ്ജറിൻ്റെ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റേഴ്സിനകത്ത് 900 എന്ന് എഴുതുക. പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇത്രയും പറഞ്ഞതാണ് പോസ്റ്റിംഗ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സെഗ്മെൻറ്റുകൾ കീപ്പ് ചെയ്തു. ഓരോ സെഗ്മെൻറ്റുകൾക്കകത്തും പോസ്റ്റ് ചെയ്തു. അത് ഓക്കെ ആക്കുന്നതിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കി. ആ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ജനറൽ ലെഡ്ജറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രയൽ ബാലൻസ് വരയ്ക്കുകയാണ്. ഒരു റഫായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ബാലൻസ് 1700 കുറച്ചാൽ 300 ബാലൻസ്. 300 ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസിലോട്ട് പോകുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരും 300. ഇവിടെയും 300. ഇവിടെയും 300. ഈ 300 ബാലൻസുകളെല്ലാം കൂട്ടി ഇവിടെ 900. ഇനി അടുത്ത് ഇവിടെ നോക്കുക. ബാലൻസ് 3000 അല്ലേ ഇവിടെ വന്നത്. ഇവിടെ 200 ബാക്കി 900. ആ 900ന് ഇപ്പുറത്തോട്ട് മാറ്റി എഴുതുക. ഇവിടെയും 900 ഇവിടെയും 900. ടാലി. തെറ്റില്ല. നമുക്ക് അവിടെ തന്നെ മനസ്സിലായില്ലേ. എറർ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും തെറ്റില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. ബാലൻസ് എടുക്കുമ്പോൾ 800 ആയിരുന്നു. 300 പോയിട്ട് ബാക്കി 500 500 500 500 500 500. ഇവിടെ ഡെബിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഇനി അടുത്ത് 2400 ഉണ്ടായിരുന്നു. ഈ 900 മാറ്റി ബാക്കിയുള്ള 1500. 5 5 5 3 15. ഇവിടെയും 15 1500. ടാലി ആയില്ലേ. ഇനി അതുപോലെ തന്നെ ഇതുകൂടെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു എന്ത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപാട് കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നിയില്ല. അങ്ങനെ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കണം. മനസ്സിലാകായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ 3 സെഗ്മെൻറ്റുകളായിട്ട്, എൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്, പല സെഗ്മെൻറ്റുകളായിട്ട് വെച്ച് പല ലെഡ്ജറുകൾ വരച്ച് ആ ലെഡ്ജറിനകത്ത് നമ്മൾ ട്രയൽ ബാലൻസുകൾ ഇൻഡിപെൻഡൻ്റ് തയ്യാറാക്കി ട്രയൽ ബാലൻസ് ടാലിയാക്കുന്നു. ഈ ഓരോന്നിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് നിന്ന് നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ്? ജനറൽ ലെഡ്ജറിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ജനറൽ ലെഡ്ജറിനകത്ത് ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച് അവസാനം നമ്മൾ ഫൈനൽ ട്രയൽ ബാലൻസ് അവിടെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള ആദ്യ പാർട്ടും അതിനോടൊപ്പം ചേർന്നൊരു ചെറിയ കണക്കുമിട്ട് ഞാനൊന്ന് വിശദീകരിച്ച് തന്നത്. എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ ആശയം സത്ത ഉൾക്കൊള്ളാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ബാക്കിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ, തുടർ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. കൃത്യമായും കാര്യം ഈ പോർഷൻ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു ഇത്തിരി ഇൻഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഇതിനൊന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.